ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മീൻകറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കൂടെ 3-4 കഷ്ണം ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം തീയിലിട്ടതിന് ശേഷം മാത്രമേ ചട്ടിയിൽ നമ്മൾ വറുത്തെടുക്കാവൂ. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഞാനിതാ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ അയില കഷ്ണങ്ങളിലേക്ക് എരിവും ഉപ്പൊക്കെ നന്നായി പിടിച്ച് വരും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് അരച്ച് ഒഴിക്കാവുന്നതാണ്. തേങ്ങ വറുക്കുന്നത് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 3-4 കഷ്ണം കുരുമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചട്ടിയിലിരുന്ന് കറി കുറച്ചുകൂടി കുറുകി വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കറിവേപ്പിലയും കൂടി കടുകിട്ടതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഈ തുടർന്ന് നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.